വിജയൻ സേന, അന്തംകമ്മി അടിമകള്, സഖാക്കള് എല്ലാവരും വലിയ കലിപ്പിലാണ്. കലിപ്പില എന്ന് പറഞ്ഞാൽ കട്ട കലിപ്പിലാണ് സഖാക്കൾ ഉള്ളത്. കലിപ്പ് റിപ്പോർട്ടർ ടി വിയോടാണ്. റിപ്പോർട്ടർ ടി വി ഇത്രയും നാൾ അവരുടെ വലിയ ഒരു ആചാര്യനായിരുന്നു, അല്ലെങ്കിൽ പി ആർ വർക്കിൻ്റെ അവരുടെ ഏറ്റവും വലിയ ഏജൻസി ആയിരുന്നു റിപ്പോർട്ടർ ടി വി. പക്ഷേ ഇന്നിപ്പോൾ ആ റിപ്പോർട്ടർ ടി വിക്കെതിരെ വലിയ കലിപ്പിലാണ് സഖാക്കളുള്ളത്, വിജയൻ്റെ സേനയുള്ളത്, അന്തംകമ്മി ക്രിമി കീടങ്ങളുള്ളത്. കാരണം ഒന്ന് മാത്രമാണ്, കലിപ്പ് റിപ്പോർട്ടർ ടി വിയോടല്ല, കലിപ്പ് ആൻഡോ അഗസ്റ്റിൻ കാട്ടുകള്ളം വീരപ്പനോടല്ല, അല്ലെങ്കിൽ കലിപ്പ് മൊട്ട അരുണിനോടല്ല, മറിച്ച് കലിപ്പ് സ്മൃതി പരുത്തിക്കാടിനോടാണ്. സ്മൃതി ഉണ്ടെങ്കിൽ അവളുണ്ടെങ്കിൽ ഞങ്ങളില്ല. റിപ്പോർട്ടർ ടി വി ബഹിഷ്കരിക്കുക എന്ന ക്യാമ്പയിൻ അന്തംകമ്മി അടിമകൾ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ കൃത്യമായിട്ട് ഇങ്ങനെ ആലോചിക്കുക, തെരഞ്ഞെടുപ്പിൻ്റെ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഷാരിഖ് ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഉണ്ട്. ആ ഷാരിഖ് ഷംസുദ്ദീൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഒരു പോഡ്കാസ്റ്റ് പുറത്തേക്ക് വരികയാണ്. ആ പോഡ്കാസ്റ്റ് മറ്റാരുടേതുമല്ല, അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെതാണ്. ആ പോഡ്കാസ്റ്റ് പുറത്തേക്ക് വരുന്നു. 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പോഡ്കാസ്റ്റ്. അത് വരുന്നു, വലിയ വൈറലാവുന്നു, വലിയ ചർച്ചയാവുന്നു. അത് നിങ്ങൾ ഓർക്കണം, 2 മണിക്കൂർ സമയം ദൈർഘ്യമുള്ള പോഡ്കാസ്റ്റ് വന്നിട്ടും ജനം ഇരുന്ന് കണ്ടു എന്ന് മാത്രമല്ല, അവരത് ചർച്ച ചെയ്യാൻ തുടങ്ങി. അതിൽ വി ഡി സതീശൻ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച്, സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച്, വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച്, ആരോഗ്യ മേഖലയെക്കുറിച്ച്, ബ്രെയിൻ ഡ്രെയിനിനെ കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച്, അങ്ങനെ എല്ലാ മേഖലയും പ്രതിപാദിച്ചു കൊണ്ടുള്ള 2 മണിക്കൂർ പോഡ്കാസ്റ്റ്. അപ്പോൾ ഇത് വന്നു, വലിയ ചർച്ചയായി. അപ്പോൾ ഇത് കണ്ടിട്ട് അതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് തൊട്ട് പിന്നാലെ റിപ്പോർട്ടർ ടി വിയുടെ MD കാട്ടുകള്ളൻ വീരപ്പൻ ആൻഡോ അഗസ്റ്റിനും ഇതുപോലെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടാക്കിയിട്ട് റിപ്പോർട്ടർ ടി വിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ പുറത്തു വിട്ടു. അപ്പോൾ ആ ഒരു പോഡ്കാസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ഒറ്റൊന്ന് മാത്രമേ വന്നുള്ളൂ. പിന്നീട് അങ്ങനെ ഒരു പോഡ്കാസ്റ്റ് റിപ്പോർട്ടർ ടി വിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് RJ മാത്തുക്കുട്ടിയെ പണം കൊടുത്ത് കൊണ്ടുവന്ന് ആങ്കറാക്കി ഇരുത്തിയിട്ട് കാട്ടുകള്ളൻ വീരപ്പനെ വെളുപ്പിക്കലും വീരപ്പൻ്റെ TV ചാനലിനെ വെളുപ്പിക്കലുമായിരുന്നു ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് വന്നപ്പോൾ സതീശൻ്റെ പോഡ്കാസ്റ്റിനെ ജനം ഏറ്റെടുത്തതുപോലെ ഈ പറയുന്ന കാട്ടുകള്ളൻ വീരപ്പൻ്റെ പോഡ്കാസ്റ്റുകൾ CPMൻ്റെ ചില സൈബർ ഹാൻഡിലുകളിലെ പ്രധാനപ്പെട്ട ആളുകൾ ഏറ്റെടുത്തു. 2 മണിക്കൂർ ഞങ്ങൾ ആൻഡോയെ കേൾക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ സപ്പോർട്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വലിയ രീതിയിൽ CPM സൈബർ ഹാൻഡിലുകൾ ആഘോഷിച്ചു കൊണ്ടിരുന്ന ഒരു ന്യൂസ് ചാനൽ, അവരുടെ എല്ലാമായി മാറിയ ന്യൂസ് ചാനൽ, അവരുടെ PR ഏജൻസിയായി മാറിയ ന്യൂസ് ചാനൽ, ആ ന്യൂസ് ചാനൽ ഇന്ന് ബഹിഷ്കരിക്കണമെന്നുള്ള ഒരു ആഹ്വാനവുമായിട്ട്, ക്യാമ്പയിനുമായിട്ടാണ് അന്തംകമ്മി അടിമകൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്താ കാര്യം സ്മൃതി പരുത്തിക്കാടാണ്. റിപ്പോർട്ടർ ടി വിയിലെ മാധ്യമപ്രവർത്തകയായിട്ടുള്ള സ്മൃതി പരുത്തിക്കാട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചില പ്രതികരണങ്ങൾ, ഏറ്റവും ഒടുവിലായിട്ട് സ്മൃതി പരുത്തിക്കാടിനെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണങ്ങളും ഉണ്ടായപ്പോൾ ഒരുത്തനും വാ തുറക്കാൻ മാധ്യമപ്രവർത്തകരെന്ന് അവകാശപ്പെടുന്ന ഒരു തെണ്ടിയെയും കണ്ടില്ല എന്നുള്ളതാണ്. ഒരു തെണ്ടിയെയും കണ്ടില്ല. അവസാനം സ്മൃതി പരുത്തിക്കാട് തന്നെ പന്നിക്കൂട്ടങ്ങളോട് മല്ലിടാൻ താനില്ല, കാരണം അവറ്റകൾ പന്നികളാണ്, തീട്ടം നക്കുന്ന പന്നികളാണ്, കാരണം അവറ്റകളുമായി മല്ലിട്ടാൽ താനും നാറും, അതുകൊണ്ട് തൻ്റെ കഴിവ് അത് തനിക്കൊരു വിശ്വാസമുണ്ട്, ഭയപ്പെട്ട് കീഴ്പ്പെടുമെന്ന് ആരും കരുതേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്മൃതി പരുത്തിക്കാട് അവസാന ആണിയും ഈ അന്തംകമ്മി അടിമകളുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിയും അടിച്ചു. ആ ആണി അടിച്ചതോടുകൂടി കലിപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അതങ്ങ് വർദ്ധിച്ച് വളർന്ന് പന്തലിച്ചു. ഇപ്പം എന്താ പറയുന്നത്, സ്മൃതി പരുത്തിക്കാടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്ര നാളും നൽകിക്കൊണ്ടിരുന്ന അകമഴിഞ്ഞ പിന്തുണ അതിന് റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, പിന്തുണയുണ്ടാകില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ബഹിഷ്കരിക്കും. നമ്മൾ ഈ നോർത്തിൽ കണ്ടിട്ടില്ലേ,
ഇപ്പോൾ കേരള സ്റ്റോറി വന്നപ്പോൾ സംഘ് പരിവാറിന് ഒരു പ്രശ്നമില്ല. എന്നാലോ മറ്റ് ചില സിനിമകൾ വന്നപ്പോൾ വലിയ ബഹിഷ്കരണ ആഹ്വാനമായിരുന്നു. അതുപോലെ സ്മൃതി പരുത്തിക്കാട് ഈ അഭിപ്രായം പറയുന്നത് വരെ ഒരു കുഴപ്പമുണ്ടായില്ല. സ്മൃതി പരുത്തിക്കാട് അഭിപ്രായം പറഞ്ഞപ്പോൾ അവളുണ്ടെങ്കിൽ ഞങ്ങളില്ല. ഇത്ര കാലം എന്തായിരുന്നു ഹാഷ്ടാഗുകളും എന്തായിരുന്നു ക്യാമ്പയിനും? അവളോടൊപ്പം എന്നായിരുന്നു. ഇപ്പൊ ക്യാമ്പയിൻ എന്താ? അവളുണ്ടെങ്കിൽ ഞങ്ങളില്ല. എങ്ങനെയുണ്ട്? ഇത്രനാളും അവളോടൊപ്പം, അവരോടൊപ്പം, അവൾക്കൊപ്പം, ഇരക്കൊപ്പം, അതിജീവിതക്കൊപ്പം എന്നൊക്കെയായിരുന്നു ക്യാമ്പയിൻ. എന്നാൽ സ്മൃതി പരുത്തിക്കാട് ഒരു അഭിപ്രായം പറഞ്ഞതോടുകൂടി ഇവറ്റകളുടെ എല്ലാം ഒലിച്ചുപോയി, ചോർന്നു പോയി എന്നുള്ളതാ. അപ്പൊ അവസാനമായിട്ട് ഈ പന്നിക്കൂട്ടങ്ങൾ, തീട്ടം ദീനികളായിട്ടുള്ള പന്നിക്കൂട്ടങ്ങളോട് മല്ലടിക്കാൻ പോയ നമ്മളും നാറും. അതുകൊണ്ട് ഞാൻ അതിനില്ല, എൻ്റെ കളി ഇതാ ഇവിടെ വെച്ചിട്ടാണ് എന്ന് പറഞ്ഞ് അവസാന ആണിയും അടിച്ചതോടുകൂടി അവളുണ്ടെങ്കിൽ ഞങ്ങളില്ല എന്നായി. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും നൽകാതെ ഈ അവൾക്കൊപ്പം, അതിജീവിതക്കൊപ്പം, ഇരക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളുകൾ സ്ത്രീയാണെന്നുള്ള ഒരു പരിഗണന പോലും നൽകാതെ ലൈംഗിക അധിക്ഷേപം നടത്തുകയായിരുന്നു സ്മൃതി പരുത്തിക്കാടിനെതിരെ. സ്ലട്ട് ഷെയ്മിങ്ങിന്റെ അങ്ങേയറ്റമായിരുന്നു. മനസ്സിലായില്ലേ? സ്ലട്ട് ഷെയ്മിങ്ങിന്റെ അങ്ങേയറ്റം. അവിടെയും നിർത്തിയോ? വെർബൽ റേപ്പിംഗ് ഒരു സ്ത്രീക്കെതിരെ. എന്താ അവർ ചെയ്തത്? അവരവരുടെ അഭിപ്രായം പറഞ്ഞു. അത് അടിമകൾക്ക് പൊള്ളി, രാജാവിനും പൊള്ളി, രാജാവിൻ്റെ ഏറാമൂലികൾക്കും പൊള്ളി, തീട്ടം ദീനികൾക്കും പൊള്ളി, എല്ലാ എണ്ണത്തിനും പൊള്ളി എന്ന് പറഞ്ഞാൽ മാരകമായി പൊള്ളലേറ്റു ഈ അടിമകൾക്ക്. അപ്പോൾ അടിമകൾ അടുത്ത പണി തുടങ്ങി. എന്താണ്? വെർബൽ റേപ്പിങ്ങും ലൈംഗിക അധിക്ഷേപങ്ങളൊക്കെ ഒരു ഭാഗത്തൂടെ നടക്കുന്നുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്ത് അവളുണ്ടെങ്കിൽ ഞങ്ങളില്ല, റിപ്പോർട്ടർ TV ബഹിഷ്കരിക്കുക എന്നുള്ള രീതിയിൽ വലിയ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയകളിൽ. ഇപ്പം എന്തായി? വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന രൂപത്തിൽ PR ഏജൻസി ടീമിനെ തന്നെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം. എന്താ കാര്യം? ഇനി PR ഏജൻസി കൊണ്ട് കാര്യമില്ല, ഇനി PR വർക്ക് കൊണ്ട് കാര്യമില്ല. കാരണം വോട്ട് പെട്ടിയിലായി കഴിഞ്ഞു. ഇനി അവരെ കൊണ്ടൊരു ഉപകാരമില്ല. മാത്രവുമല്ല, അടുത്ത സർക്കാർ വിജയൻ ഉണ്ടാവില്ല. വിജയൻ പിണറായിലെ വീട്ടിലിരിക്കാൻ പോവുക. അപ്പം ഇനി PR ഏജൻസി ഉണ്ടായിട്ടും കാര്യമില്ല, ഇല്ലെങ്കിലും കാര്യമില്ല. ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എണ്ണി കൊടുക്കുന്നതിൽ ലാഭം പിടിക്കാലോ എന്നുള്ളതാണ് അടിമകളുടെ പക്ഷം. അപ്പോൾ ആ കൂട്ടത്തിൽ പോകുന്ന പോക്കിന് നമ്മളെ വർമ്മ സാറിൻ്റെ ഐഡിയ ഒരു ഉന്ത് ഒരു തള്ള് ഡിം തരികിട്ടതോ. അപ്പോൾ ഇനി PR ഏജൻസിൻ്റെ ആവശ്യമില്ല എന്ന് കണ്ട അന്തംകമ്മി അടിമകൾ റിപ്പോർട്ടർ TV ഒന്നടങ്കം ബഹിഷ്കരിച്ച് പൂട്ടിക്കെട്ടിപ്പിക്കാനുള്ള തത്രപ്പാടില്ല. പഴയ കേസുകൾ ആൻഡോ കാട്ടുകള്ളം വീരപ്പൻ്റെ തലക്ക് മീതെ നിൽക്കുന്ന 40 കുറ്റപത്രങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ ഒന്നുകൂടി വേഗത്തിലാക്കണം, അതിലെ നടപടികളൊക്കെ ഒന്നുകൂടി വേഗത്തിലാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ അന്തംകമ്മി അടിമകളുടെ സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുന്ന ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതിപ്പോൾ കറിവേപ്പില പോലെയായി കാര്യം. എന്താണ്? ഉപയോഗിച്ച് ആവശ്യം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താക്കും? അത് കറിയിൽ നിന്ന് പെറുക്കി കളയും. അതുപോലെയാണ് ഇപ്പോൾ ആൻഡോയുടെ കാര്യം. 2 മണിക്കൂർ ആൻഡോയെ കേൾക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ആളുകൾ ആൻഡോയെ ബഹിഷ്കരിക്കാൻ പറയാണ്. അവളുണ്ടെങ്കിൽ ഞങ്ങളില്ല. ആൻഡോയുടെ കേസൊക്കെ ഒന്നുകൂടി പൊടി തട്ടിയെടുക്കണമെന്നാ പറയുന്നത്. ആൻഡോയെ ഇങ്ങനെ വിട്ടാൽ പറ്റൂല. ആൻഡോയാണ് ഇതിനൊക്കെ നേതൃത്വം നൽകിയത് എന്ന് അടിമകൾ പറയുന്നു. ആൻഡോ ഇതിന് നേതൃത്വം നൽകിയില്ല. ആൻഡോ എന്താ ചെയ്തെന്ന് വെച്ചാൽ, എങ്ങനെയാണെങ്കിലും ഒരാൾ ഒരു വിഭാഗത്തിൻ്റെ കൂടെ നിൽക്കുക, മറ്റൊരാൾ മറ്റൊരു വിഭാഗത്തിൻ്റെ കൂടെ നിൽക്കുക, ഒരാൾ നിഷ്പക്ഷനായി നിൽക്കുക, എന്നിട്ട് പരസ്പരം തമ്മിലടിച്ചിട്ട് അതിലൂടെ വ്യൂവർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ആൻഡോയുടെ തന്ത്രം. അത് അന്തംകമ്മി അടിമകൾക്ക് മനസ്സിലായില്ല. ആൻഡോ മണി ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു, വെപ്രാളത്തിലായിരുന്നു. പക്ഷെ അതിനിടയിൽ എന്തായി? പണി പാളി. ഇതാണ് ഈ പണി പാളുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഇതാണ്. ആൻഡോ ആണെങ്കിൽ ഇപ്പൊ കഴിച്ചിട്ട് അങ്ങോട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് അങ്ങോട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ആൻഡോ. എന്നാൽ അടിമകളോ 1 ഇഞ്ച് വിട്ടുകൊടുക്കാൻ അവരും തയ്യാറല്ല. അവളുണ്ടെങ്കിൽ ഞങ്ങളില്ല, ഞങ്ങൾ ഇതുവരെ നൽകിയ പിന്തുണ പോലും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ ഉപദ്രവിക്കും,
ഉപകാരം ചെയ്യില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ ഉപദ്രവിക്കും, ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്നുള്ള വെല്ലുവിളിയുമായിട്ട് അന്തംഗമ്മി അടിമകൾ സൈബർ ഇടങ്ങളിൽ കയറിയിരുന്ന് അങ്ങനെ വെല്ലുവിളികളും വീരവാദങ്ങളും അവകാശവാദങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് വല്ലാത്തൊരു സുഖം. കാരണം തമ്മിൽ തല്ലി ചാവുന്നത് കാണാൻ നല്ല രസമാണ്. അങ്ങ് ചാവട്ടെ. നമ്മൾ ഇടയിൽ നിന്ന് എന്ത് ചെയ്യും? നല്ല പിരി കയറ്റി കൊടുക്കും. നമ്മൾ തീ കത്തിച്ചു കൊടുക്കും. എരിതീയിലേക്ക് എണ്ണ ഒഴിക്കും. എണ്ണ എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം പെട്രോള്, എത്തനോൾ മിക്സ് ചെയ്യാത്ത പെട്രോള് എന്ന് പറഞ്ഞാൽ ആളിക്കത്തണം. അത് കത്തിക്കാൻ വേണ്ടിയുള്ള പണി നമ്മൾ ഇപ്പുറത്തെടുക്കും.